ഹലോ ഗൈസ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് ലൈക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാൻ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കുക, ഒരു ഇൻട്രോക്ക് ശേഷം. അപ്പോൾ നേരെ നമ്മളെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഡീസൻറ്റ് പാക്കിംഗ് ആണ് ആമസോൺ വരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു Ryzen 5500 എന്ന് പറയുന്നൊരു പ്രോസസ്സറും അതേപോലെ തന്നെ അതിന് പറ്റിയൊരു മദർ ബോർഡുമാണ്. MSIൻ്റെ A520MA Pro എന്ന് പറയുന്നൊരു മദർ ബോർഡാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. PC പറ്റി അറിയുന്നവർക്ക് അറിയാം, Ryzen 5500 എന്ന് പറയുന്ന പ്രോസസ്സർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സറാണ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത്. ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 8,000 ഇടയിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഈ മദർ ബോർഡും ഇതുമായിട്ടുള്ളൊരു കോംബോ ആണ് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ കമൻറ്റ് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം യൂസർ മാനുവലും വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മദർ ബോർഡ് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ MSI എന്ന കമ്പനീൻ്റെ മദർ ബോർഡാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു പാക്കിങ് തന്നെയാണ്. അപ്പോൾ ഈ പാക്കിൻ്റെ അടിയിൽ ഒരു IO ഷീൽഡും പിന്നെ ഒരു 2 സാറ്റ കേബിളും പിന്നെ ഒരു യൂസർ മാനുവലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്ക്രൂവും അതേപോലെ തന്നെ അവരെ കമ്പനീൻ്റെ എന്തോ കാർഡായിട്ടാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് സംഭവം എന്താ മനസ്സിലായില്ല. പിന്നെ വന്നിരിക്കുന്നത് നമ്മളെ മദർ ബോർഡാണ് ഇതിനകത്ത് മെയിൻലി. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള സാധനമൊക്കെ സൈഡാക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മദർ ബോർഡ് എന്ന് പറയുന്നത് MSI കമ്പനീൻ്റെയാണ്. MSI എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയിലൊന്നാണ്. കേവൽ സെറ്റ്. അപ്പോൾ ഇത് മദർ ബോർഡ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഫുൾ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ മദർ ബോർഡ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, 2 പോർട്ടുണ്ട്. 2 റാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പോർട്ടുണ്ട്. പിന്നെ ഒരു PCIe സ്ലോട്ടുണ്ട്, അത് നമ്മളെ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഒരു പ്രോസസ്സർ വെക്കാൻ സ്ലോട്ട്. ബാക്കിലാണ് ഒരു HDMI കേബിൾ, പിന്നെ ഒരു പഴയൊരു DVI കേബിളും പിന്നെ 4 USB കേബിളും പിന്നെ ഓഡിയോ വീഡിയോ കേബിളും വന്നുള്ളത്. പിന്നെ ഒരു LAN കേബിൾ സ്ലോട്ട് ഉണ്ട്, നമ്മളെ വൈഫൈ കണക്റ്റ് ആക്കാനാണ്. അപ്പോൾ നേരെ അടുത്ത് നമുക്ക് നമ്മളെ പ്രോസസ്സർ നോക്കാം. അപ്പോൾ ഇതാണ് പ്രോസസ്സർ. Ryzen 5500 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വന്നേക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രോസസ്സറാണിത്. അപ്പോൾ PC പറ്റി കൂടുതൽ അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഈ സംഭവം. അപ്പോൾ AMD കമ്പനിയാണ്. AMDൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പ്രോസസ്സറിൻ്റെ ഒപ്പം ഒരു കൂളിംഗ് ഫാനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു യൂസർ മാനുവലും ഉണ്ട്. അങ്ങനെ സംഭവം യൂസ് ചെയ്യണം എന്ന് പറ്റിയിട്ടാണ് യൂസർ മാനുവൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് വായിച്ച് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കൂളിംഗ് ഫാൻ. AMD കമ്പനീൻ്റെ തന്നെയാണ് ഈ കൂളിംഗ് ഫാനും വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, സംഭവം ഇവിടെ തുറന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു പാക്കിങ് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനൊപ്പം ഒരു തെർമൽ പേസ്റ്റ് ഓൾറെഡി ഇതിനകത്ത് അപ്ലൈ ആയിട്ടുണ്ട്. ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചെൻ്റെ കൈമായിപ്പോയി. അപ്പോൾ ഇതുപോലെ കൂളിംഗ് ഫാനൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുക, അതിൻ്റെ അടിഭാഗത്ത് ഒരിക്കലും പിടിക്കരുത്. എൻ്റെ കൈക്ക് കുറച്ച് തെർമൽ പേസ്റ്റ് ആയിപ്പോയി. ജസ്റ്റ് കോട്ടനെ വെച്ച് ക്ലീൻ ചെയ്തു. ഓക്കെ, ഒരു സിമെൻറ്റിൻ്റെ ഒരു കളറിൽ കാണുന്നതാണ് തെർമൽ പേസ്റ്റ്. അപ്പോൾ ഇത് നമ്മളെ ഫാൻ മേലെ AMDൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കേബിളാണ് ഇതിൻ്റെ ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സൈഡാക്കാം. അപ്പോൾ നമ്മളെ ഫാൻ നമ്മൾ സൈഡാക്കി നമുക്ക് നമ്മളെ ഇതിലേക്ക് കിടക്കാം, പ്രോസസ്സറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Ryzen 5500 എന്ന് പറയുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് 6 കോറും 12 ത്രെഡുമാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ മദർ ബോർഡും അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളൊരു AMDൻ്റെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. Ryzen 5500ൻ്റെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സ്റ്റിക്കറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളെ പ്രോസസ്സർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും.
നല്ലൊരു പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. 2-3 പ്രൊഡക്റ്റും കൂടിയും തരാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.